നമസ്കാരം. 1.5 വയസ്സുള്ള മകളുടെ മുന്നിലിട്ട് മാതാവിനെ തലയർത്ത് കൊല്ലുക, 2 ദിവസം മൃതദേഹത്തിന് കാവലിരിക്കുക, തുടർന്ന് സ്റ്റേഷനിലെത്തി കുറ്റസമ്മതം, ജാമ്യത്തിലിറങ്ങി മുങ്ങിയ ശേഷം വർഷങ്ങൾ നീണ്ട അജ്ഞാതവാസം, പോലീസ് പിടികൂടി കോടതിയിൽ എത്തിച്ചതിന് പിന്നാലെ വിചാരണ, സംശയരോഗത്തിന്റെ പേരിൽ ഭാര്യയെ ക്രൂരമായി കൊന്ന കുറ്റത്തിന് ആ നരാധമന് കോടതി വിധിച്ചത് വധശിക്ഷയും. ഇതൊക്കെ കേൾക്കുമ്പോൾ ഇവനൊക്കെ പ്രാന്താണോ അതോ അസുഖമാണോ എന്നുള്ളതാണ്. സംശയരോഗമാണ് ഇതിന് പിന്നിലെന്നാണ് പറയുന്നത്. 2 പതിറ്റാണ്ട് മുമ്പ് മാന്നാർ ആലുമൂട്ടിൽ താമരപ്പള്ളി വീട്ടിൽ ജയന്തി കൊല്ലപ്പെട്ട കേസിൽ ഭർത്താവ് കുട്ടിക്കൃഷ്ണനെയാണ് വധശിക്ഷയ്ക്ക് കോടതി വിധിച്ചത്. 1 ലക്ഷം രൂപ പിഴയും മൃതദേഹത്തോടുള്ള അനാദരവിന് 1 വർഷം കഠിന തടവുമുണ്ട്. പിഴത്തുകയിൽ നിന്ന് 50,000 രൂപ മകൾക്ക് നൽകണം. ബന്ധുക്കളെയോ പരിചയക്കാരെയോ ബന്ധപ്പെടാതെ 19 വർഷത്തിലേറെ നീണ്ട ഒളിവു ജീവിതം, പല നാടുകളിലായി പല വേഷങ്ങൾ. ജില്ലയിലെ പിടികിട്ടാപ്പുള്ളികളെ കണ്ടെത്താൻ കഴിഞ്ഞ വർഷം ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോണിന്റെ നേതൃത്വത്തിൽ പോലീസ് കച്ചമുറക്കി രംഗത്തിറങ്ങിയപ്പോൾ കുട്ടിക്കൃഷ്ണൻ കുടുങ്ങി. എറണാകുളം തൃക്കാക്കരയിൽ നിന്ന് ഭാര്യ ജയന്തിയെ അതിക്രൂരമായി കൊലപ്പെടുത്തിയ ശേഷം കുറ്റം ഏറ്റുപറഞ്ഞ കുട്ടിക്കൃഷ്ണന് ജയിലിലായി 84-ാം ദിവസം ജാമ്യം ലഭിച്ചിരുന്നു. ജാമ്യത്തിലിറങ്ങി മുങ്ങിയ ഇയാൾ ആദ്യം എടത്വ, പിന്നീട് ഇടുക്കി ജില്ലയിലെ വിവിധ സ്ഥലങ്ങൾ, എറണാകുളം എന്നിവിടങ്ങളിൽ മാറി മാറി കഴിയുകയായിരുന്നു. ഇടുക്കി കട്ടപ്പനയിൽ ജ്യോതിഷിയുടെ വേഷം കിട്ടി. ഈരാറ്റുപേട്ട സ്വദേശിയായ ജ്യോതിഷിയായിരുന്നു ഗുരു. ഇയാൾക്കൊപ്പം കട്ടപ്പനയിൽ ലോഡ്ജിൽ താമസിക്കുന്നുണ്ടെന്ന് പോലീസിന് വിവരം ലഭിച്ചു. അവിടെ എത്തിയപ്പോൾ ജ്യോതിഷി മരിച്ചതിനെ തുടർന്ന് കുട്ടിക്കൃഷ്ണൻ ഒഡീഷയിലേക്ക് കടന്നതായി അറിഞ്ഞു. പോലീസ് സംഘം ഒഡീഷയിലെത്തി. ഓഹരി വിപണി, ഓൺലൈൻ ട്രേഡിംഗിലേക്ക് അപ്പോഴേക്കും കുട്ടിക്കൃഷ്ണൻ ചുവടുമാറ്റിയിരുന്നു. ഒഡീഷയിൽ നിന്ന് മുംബൈയിലേക്ക് കടന്നെന്നും മനസ്സിലായി. അവിടേക്ക് അന്വേഷണം വ്യാപിപ്പിച്ചു. വർഷങ്ങൾക്ക് ശേഷമാണ് വിവരങ്ങൾ കിട്ടിയത്. അപ്പോഴേക്കും ഓഹരി ഇടപാടുകൾ പൊളിഞ്ഞ് കടം കയറി കുട്ടിക്കൃഷ്ണൻ കേരളത്തിലേക്ക് വണ്ടി കയറിയിരുന്നു. എറണാകുളം കളമശ്ശേരി സ്വദേശിക്കൊപ്പമാണ് പോയതെന്നും മനസ്സിലായി. ആദ്യം കുറ്റം ഏറ്റുപറഞ്ഞ പ്രതി പിന്നീട് അത് മറ്റൊരാളിൽ കെട്ടുവെക്കാൻ ശ്രമിച്ചു. എന്നാൽ ശാസ്ത്രീയമായ അന്വേഷണവും സാക്ഷിമൊഴികളും അയാൾക്ക് അർഹമായ ശിക്ഷ ഉറപ്പാക്കാൻ സഹായകമായി. സംഭവ ദിവസം താൻ എറണാകുളത്ത് നിന്ന് വീട്ടിലെത്തിയപ്പോൾ അന്യപുരുഷൻ അവിടെ ഉണ്ടായിരുന്നുവെന്നും അയാൾ തന്നെ ആക്രമിച്ചെന്നും അയാളാണ് ഭാര്യയെ കൊലപ്പെടുത്തിയതെന്നുമായിരുന്നു പ്രതിയുടെ വാദം. എന്നാൽ ഇയാളുടെ തന്നെ ആദ്യത്തെ മൊഴിയും പോസ്റ്റ്മാന്റെ സാക്ഷിമൊഴിയും ഈ വാദത്തെ തള്ളി. വീടിന്റെ മതിലിനു മുകളിൽ ഉയരത്തിൽ ഷീറ്റ് വലിച്ചു കെട്ടിയത് കൊലപാതകത്തിനായുള്ള മുന്നൊരുക്കമായിരുന്നു. ചെങ്ങന്നൂർ ഡിവൈഎസ്പി ഓഫീസ് പരിധിയിലെ സ്റ്റേഷനുകളിലെ തെളിയിക്കപ്പെടാത്ത കേസുകൾ, പിടികിട്ടാപ്പുള്ളികൾ എന്നിവരുടെ വിവരമെടുക്കുമ്പോഴാണ് മാന്നാർ ജയന്തി വധക്കേസ് പ്രതിയിലേക്ക് വീണ്ടും അന്വേഷണം എത്തുന്നത്. SP ചൈത്ര തെരേസ ജോൺ പ്രത്യേക സ്ക്വാഡ് രൂപീകരിച്ചു. ചെങ്ങന്നൂർ ഡിവൈഎസ്പി MK ബിനുകുമാർ നയിച്ച സംഘത്തിൽ മാന്നാർ SHO ജോസ് മാത്യു, SI അഭിറാം, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ മുഹമ്മദ് ഷെഫീഖ്, G ഉണ്ണികൃഷ്ണപിള്ള, അരുൺ ഭാസ്കർ എന്നിവരാണ് ഉണ്ടായിരുന്നത്. പ്രതിയുടെ 2004-ലെ ഫോട്ടോ മാത്രം കൈവശമുണ്ടായിരുന്ന സംഘം കമ്പ്യൂട്ടർ വിദഗ്ധരുടെ സഹായത്തോടെ പ്രായത്തിനനുസരിച്ച് പുതിയ ഫോട്ടോകൾക്ക് രൂപം നൽകി. 59 വയസ്സുണ്ടായിരുന്ന പ്രതി കഴിഞ്ഞ വർഷം പിടിയിലാകുന്നത് അങ്ങനെയാണ്. തൃക്കാക്കരയിൽ സെക്യൂരിറ്റി ജോലി ചെയ്തിരുന്ന പ്രതിയെക്കുറിച്ച് സൂചന നൽകിയത് ഇയാൾ ജോലി ചെയ്ത ലോഡ്ജിന് സമീപത്തുണ്ടായിരുന്ന നാടോടിയാണ്. വിവരം കിട്ടി 6-ാം ദിവസം കുട്ടിക്കൃഷ്ണൻ വലയിലായി. 2014 മുതൽ തൃക്കാക്കരയിലെ വിവിധ ലോഡ്ജുകളിൽ താമസിച്ച് വാസ്തുനോട്ടം, ജ്യോതിഷം എന്നിവയും ചെയ്തിരുന്നു. കൃഷ്ണകുമാർ, കൃഷ്ണൻകുട്ടി, KK എന്നിങ്ങനെ പല പേരുകളിലാണ് അറിയപ്പെട്ടിരുന്നത്. പിറ്റേന്ന് രാവിലെ മകളുമൊത്ത് സൈക്കിളിൽ മാന്നാർ സ്റ്റേഷനിലേക്ക് പോകുന്നു. മാന്നാറിലെ പോസ്റ്റ്മാനായിരുന്ന വള്ളിക്കുന്നം സ്വദേശി സുഭാഷ് എതിരെ വരുന്നുണ്ടായിരുന്നു. ഭാര്യയെ കൊലപ്പെടുത്തിയെന്ന വിവരം കുട്ടിക്കൃഷ്ണൻ ആദ്യം പറയുന്നത് ഇദ്ദേഹത്തോടാണ്. സുഭാഷ് ഇക്കാര്യം പോലീസിനെ അറിയിച്ചിരുന്നു. കേസിന്റെ വിചാരണ വേളയിൽ സുഭാഷിന്റെ ഈ മൊഴി നിർണായകമായി. കൊല്ലപ്പെട്ട ജയന്തിയുടെ മകൾ സംഭവത്തിന് ശേഷം മാതാവിന്റെ ബന്ധുക്കളുടെ സംരക്ഷണയിലാണ്. നിലവിൽ വിദ്യാർത്ഥിനിയാണ്. ദൃക്സാക്ഷികൾ ഇല്ലാതിരുന്ന കേസിൽ ശാസ്ത്രീയ പരിശോധനാ ഫലങ്ങളാണ് പ്രോസിക്യൂഷനെ തുണച്ചത്.
കൊലയ്ക്ക് ഉപയോഗിച്ച ആയുധങ്ങൾ, വസ്ത്രങ്ങളിലെ രക്തക്കറ, ഫോറൻസിക് പരിശോധനാ ഫലം, പ്രതിയുടെ ശരീരത്തിലെ മുറിവ് എന്നിവ തെളിവായി. 22 സാക്ഷികൾ, 36 രേഖകൾ, 30 തൊണ്ടിമുതലുകൾ എന്നിവ പ്രോസിക്യൂഷൻ ഹാജരാക്കി. ജയന്തിയുടെ പിതാവ് വള്ളിക്കുന്നം രാമകൃഷ്ണ ഭവനത്തിൽ രാമകൃഷ്ണക്കുറുപ്പ് ഉൾപ്പെടെ 6 സാക്ഷികൾ വിചാരണാ കാലത്ത് മരിച്ചു. ജയന്തിയുടെ അമ്മ ഉൾപ്പെടെ 3 സാക്ഷികൾ രോഗബാധിതരായി കിടപ്പിലാണ്. ജയന്തിയുടെ സഹോദരി ജലജ കോടതിയിലെത്തി സാക്ഷിമൊഴി നൽകിയിരുന്നു. പ്രോസിക്യൂഷന് വേണ്ടി ഗവൺമെന്റ് പ്ലീഡറും പബ്ലിക് പ്രോസിക്യൂട്ടറുമായ PV സന്തോഷ് കുമാർ ഹാജരായി. പ്രതി സ്റ്റേഷനിലെത്തി നൽകിയ മൊഴിയനുസരിച്ചാണ് FIR തയ്യാറാക്കിയത്. വീയപുരത്ത് മറ്റൊരു കേസിലെ തെളിവെടുപ്പിന് ശേഷം അന്നത്തെ CI NA റഷീദ്, ഫോറൻസിക് സംഘം എന്നിവർ മാന്നാർ സ്റ്റേഷനിൽ എത്തിയതിന് പിന്നാലെയാണ് പ്രതി സ്റ്റേഷനിൽ എത്തിയത്. ഉടൻ തന്നെ മൊഴി രേഖപ്പെടുത്തി. പ്രാഥമിക അന്വേഷണത്തിൽ ഇത് സ്ഥിരീകരിച്ചു. 20 വർഷത്തിനു ശേഷം സ്വന്തം മൊഴിയിൽ പ്രതിക്ക് വധശിക്ഷയും ഉണ്ടായി. നന്ദി.